NCPയിൽ മന്ത്രിമാറ്റം ഉടനില്ല. AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരും. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം ശരത് പവാറിനെ അറിയിക്കും. NCP സംസ്ഥാന നേതൃത്വം ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തെത്തിച്ച ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R. ശ്രീജിത്ത് തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, അങ്ങനെ തീരുമാനമായിരിക്കുന്നു, ഉടൻ മന്ത്രിമാറ്റമില്ല. മുഖ്യമന്ത്രിയുടെ തീരുമാനം ശശീന്ദ്രന് അനുകൂലമായി. ചാക്കോ വിഭാഗം നടത്തിയിട്ടുള്ള സമ്മർദ്ദവും ഫലം കണ്ടില്ല, അങ്ങനെയല്ലേ? മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അല്പം മുമ്പാണ് NCP നേതാക്കളുടെ കൂടിക്കാഴ്ച അവസാനിച്ചത്. NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, തോമസ് കെ തോമസ് MLA, മന്ത്രി AK ശശീന്ദ്രൻ എന്നിവരാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്തായാലും മന്ത്രിസ്ഥാന മാറ്റം തൽക്കാലം ഉടനില്ല എന്ന വിവരമാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ പറയുമെന്നാണ് ഇതേപ്പറ്റിയുള്ള മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പ്രകടിപ്പിച്ച ചില ബുദ്ധിമുട്ടുകൾ, ചില കാര്യങ്ങൾ അത് ശരത് പവാറിനെ അറിയിക്കേണ്ടതുണ്ട് എന്നും മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. അപ്പോൾ ശരത് പവാറിൽ നിന്നാണ് ഇനി തീരുമാനം വരേണ്ടത്. എന്തായാലും തൽക്കാലം മന്ത്രിസ്ഥാന മാറ്റമില്ല എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തോമസ് കെ തോമസും സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും പ്രതികരിക്കാതെ മടങ്ങി. മന്ത്രി AK ശശീന്ദ്രനും ഈ മാധ്യമങ്ങളുള്ള ഗേറ്റ് വഴിയല്ല പുറത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെയും പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഉടനടി മന്ത്രിമാറ്റം എന്ന NCPയുടെ നിർദ്ദേശത്തോട് മുഖ്യമന്ത്രി തീർത്തും അനുകൂലമല്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലം AK ശശീന്ദ്രൻ മന്ത്രിയായി തുടരും. അത് നിയമസഭാ സമ്മേളന കാലാവധി വരെയാണോ അതോ അതിനപ്പുറത്തേക്ക് നീണ്ടുപോകുമോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി അറിയാനിരിക്കുന്നു. എന്തായാലും NCPക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്ന ഒരു നടപടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും കുട്ടനാട് MLA തോമസ് കെ തോമസും ഒരു വശത്തും മറുവശത്ത് മന്ത്രി AK ശശീന്ദ്രനും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിട്ടുള്ള ചേരിതിരിവ്. AK ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർക്കെതിരെ നടപടിയും മറ്റുമായി PC ചാക്കോ മുന്നോട്ട് പോകുന്നു. ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി PC ചാക്കോ രംഗത്ത് വന്നിരുന്നു. ഇത് ഈ മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുകൂലമല്ലയോ എന്ന ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചാക്കോ എടുത്ത ഒരു നിലപാടാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളും ഈ NCPക്കകത്തുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ NCPയുടെ മന്ത്രിസ്ഥാന മാറ്റം സംബന്ധിച്ച് ഒരു അവ്യക്തതയുണ്ട്. മന്ത്രിസ്ഥാന മാറ്റത്തിൽ മുഖ്യമന്ത്രി അനുകൂലമല്ല എന്ന വിവരമാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ദേശീയ നേതൃത്വം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് AK ശശീന്ദ്രൻ മന്ത്രിയെ, പാർട്ടിക്കുള്ള ആകെ ഒരു മന്ത്രിസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്ന ഘട്ടത്തിലേക്ക് നീക്കം മാറരുത് എന്ന വിധത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി എപ്പോഴും AK ശശീന്ദ്രനൊപ്പമാണ് എന്ന ധ്വനിയായിരുന്നു പുറത്തേക്ക് വന്ന വാർത്തകളിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ ഈ പൂരം കലക്കൽ വിവാദം, ADGP വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരണത്തിന് ചാക്കോ തുനിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ ഒരു അതൃപ്തി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ചാക്കോയുടെ ഈ പ്രതികരണം എന്ന ഉൾവായനകളും ഉണ്ടായി. ശ്രീജിത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയിപ്പോൾ NCPയിൽ നടക്കുക, ഇപ്പോൾ മുഖ്യമന്ത്രി എതിർക്കുന്നു, അത് ശശീന്ദ്രന് വേണ്ടി മുഖ്യമന്ത്രി നിലപാടെടുക്കുന്നു, പാർട്ടിയുടെ തീരുമാനം നടപ്പാക്കുന്നില്ല എന്നുള്ളൊരു ഘട്ടം വന്നാൽ ഏത് വിധത്തിലായിരിക്കും NCPയിലെ ആഭ്യന്തര രാഷ്ട്രീയം മുന്നോട്ട് പോവുക? LDFിൻ്റെ ഉള്ളിൽ ഇത് ഏത് വിധത്തിൽ പ്രതിഫലിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്, NCP നേതൃത്വത്തിന് സാധിക്കും? ബില്ലിൽ 2 MLA-മാരുള്ള പാർട്ടിയാണ് NCPയിൽ മന്ത്രിസ്ഥാനം വീതം വെപ്പ് സംബന്ധിച്ച് ധാരണ ഉണ്ടായിരുന്നു എന്ന അവകാശവാദം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തോമസ് കെ തോമസ് അവസാന 2.5 വർഷക്കാലത്തേക്ക് മന്ത്രിസ്ഥാനത്തിൽ അവകാശവാദം ഉന്നയിച്ചത്. എന്നാൽ ഈ അവകാശവാദത്തിന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ എതിരായിരുന്നു. എന്നാൽ ഇപ്പോൾ PC ചാക്കോയ്ക്കും തോമസ് കെ തോമസിനും ഇടയിൽ ഒരു മഞ്ഞുരുക്കമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ PC ചാക്കോ തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തിലേക്ക് ഉള്ള നീക്കത്തിന് പിന്തുണച്ചത്. അങ്ങനെ PC ചാക്കോ സംസ്ഥാനത്തെ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ച് ഭൂരിപക്ഷത്തിന്റെയും പിന്തുണ തോമസ് കെ തോമസിന് ഉറപ്പാക്കി കൊടുത്തു. ആ നിലയ്ക്ക് ദേശീയ നേതൃത്വത്തെ കണ്ട് അനുമതിയും വാങ്ങി. എന്നാൽ ദേശീയ നേതൃത്വത്തെ കണ്ടപ്പോഴും മന്ത്രി AK ശശീന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത് ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ചില റിസർവേഷൻസ് ഉണ്ട്, ചില അതിർത്തികളുണ്ട്, ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ തന്നെ മന്ത്രിസ്ഥാനത്ത് മാറ്റിയാൽ വീണ്ടും NCPക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്ന കാര്യം ഉറപ്പുണ്ടോ? ഇതാണ് ശശീന്ദ്രൻ ശരത് പവാറിനോട് മറ്റും ചോദിച്ചത്. അപ്പോൾ ഈ കൺസേൺ നിലവിലുള്ള മന്ത്രി തന്നെ പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം എന്ന് സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയെ അടക്കം ചുമതലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ചുമതലപ്പെടുത്തിയനുസരിച്ചാണ് ഇന്ന് PC ചാക്കോയും തോമസ് കെ തോമസ് MLA-യും മന്ത്രി AK ശശീന്ദ്രനും മുഖ്യമന്ത്രിയെ കണ്ടത്. അപ്പോഴും കാര്യങ്ങൾ അനുകൂലമല്ല എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും തോമസ് കെ തോമസും PC ചാക്കോയും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിക്കുമെന്നും അതിനുശേഷം ശരത് പവാറാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതും എന്ന പ്രതികരണമാണ് നമുക്ക് മന്ത്രി AK ശശീന്ദ്രൻ ലഭിച്ചിരിക്കുന്നത്. PC ചാക്കോയും അതോടൊപ്പം തന്നെ ഈ തോമസ് കെ തോമസ് MLA-യും ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല.